ചേട്ടാ അതെ ഒന്ന് കുനിഞ്ഞിരിക്കും. ഏത് ഈ പടം തീരണവരെ 2.5 മണിക്കൂർ കുനിഞ്ഞിരിക്കാനാ? വേണമെങ്കിൽ എഴുന്നേറ്റ് കാണാ ഊളെ. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ട് സൂപ്പർ, ആവേശം അടിപൊളി. ഇപ്പോഴാണ് ശരിക്കും രോമാഞ്ചമായത്. മോനെ രംഗണ്ണനും പിള്ളേരും ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ്. അടിപൊളി. നമ്മളുടെ വരെ യാരാതോ തൊട്ടുപാടി ആവേശം തകർത്തു, രക്ഷയില്ല, പൊളിച്ചടക്കി പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. അടിച്ച് പൊളിക്കാൻ തിയേറ്റർ സ്വരം അങ്ങനെ പോയതാ. മാസം എന്ന് പറഞ്ഞ പക്ക ഫഹദ് ഫാസിൽ നമ്മളിതുവരെ കാണാത്തൊരു ഐറ്റം ആണ്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. സിനിമാറ്റി അടിപൊളി. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ല. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. വേണ്ട. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് സിനിമ? നല്ല സൂപ്പർ പടം. ഒരു വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് പടം. അപ്പൊ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്ന ചേലിക്കായല്ലോ. ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്, കോമഡി, ത്രില്ലർ എല്ലാം ഉള്ള ഒരു 100% നല്ല പടം. എല്ലാവരും നല്ല പടം, ഹൃദയത്തിനൊക്കെ നല്ല പടമാണ്. നല്ല പടം, നല്ല പടം, അടിപൊളി. മനോഹരമായ സിനിമ, അടിപൊളി സിനിമ പറഞ്ഞാൽ അടിപൊളി സിനിമ. ഫീൽ ഗുഡ് ആണ് പടം. പക്ഷേ മൊത്തത്തിൽ പൊളിച്ചടിക്കും. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. സൂപ്പറാണ്, ബ്ലോക്ക് ബസ്റ്റർ പടം. സിനിമ, സൗഹൃദം, സംഗീതം മൊത്തത്തിൽ അടിച്ചു പൊളിച്ചേക്കുന്നത്. വിനീതിന്റെ ഓൾ ടൈം ബെസ്റ്റ് ഇടലം പടം. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? നല്ല സിനിമ, ഒന്നും പറയില്ല. ഫാമിലിയൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അടിപൊളി പടം. ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ കിടിലം പടം. വളരെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടായിരിക്കും. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് എല്ലാം ചേർത്തുണ്ട്. എന്റെ യങ്സ്റ്റേഴ്സിലെ എന്റെ ടീമുണ്ട്. ശരിക്കും ആരാടെന്ന് പറയാം, രണവും നിവിനും. പിന്നെ അല്ല, ഇനി ആയിട്ടിരി വില പിടിച്ചോ. പിന്നെ നീ വലിയവനാണ്. നിങ്ങൾ ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും